കുവൈറ്റിലെ തൊഴിൽ മേഖലയിൽ ഇന്ത്യൻ സമൂഹം കൈവരിച്ച ആധിപത്യം വീണ്ടും കണക്കുകളിലൂടെ ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ്. സ്വദേശിവൽക്കരണ നയങ്ങൾ കുവൈറ്റ് ഭരണകൂടം ശക്തമാക്കുമ്പോഴും തൊഴിൽ രംഗത്തെ ഇന്ത്യക്കാരുടെ സാന്നിധ്യം ഇപ്പോഴും വളരെ വലുതാണ്. മൊത്തം ജോലിക്കാരുടെ എണ്ണത്തിൽ കുവൈറ്റി പൗരന്മാരെക്കാൾ ഇരട്ടിയിലധികം പേരാണ് ഇന്ത്യയിൽ നിന്ന് എത്തി ജോലി ചെയ്യുന്നത്. ഈ കണക്കുകൾ കുവൈറ്റ് സമൂഹത്തിൽ വിദേശ തൊഴിലാളികൾ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ വഹിക്കുന്ന നിർണായക പങ്ക് വ്യക്തമാക്കുന്നു. കുവൈറ്റ് സെൻട്രൽ സ്റ്റാറ്റിക്കൽ ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കുവൈറ്റിലെ ആകെ ജോലിക്കാരിൽ 29.9% ഇന്ത്യക്കാരാണ്. എണ്ണത്തിൽ ഇത് 8,29,540 പേർ വരും. എന്നാൽ കുവൈറ്റി പൗരന്മാരുടെ എണ്ണം 4,48,920 മാത്രമാണ്. ഇത് ആകെ ജോലിക്കാരുടെ 15% മാത്രം. അതായത് കുവൈറ്റുകളുടെ എണ്ണത്തിൽ ഏകദേശം ഇരട്ടിയോളം ഇന്ത്യക്കാരാണ് കുവൈറ്റിൽ തൊഴിലെടുക്കുന്നത്. തൊഴിലെണ്ണത്തിൽ ഇന്ത്യക്കാർ മുന്നിലാണെങ്കിലും ജോലിയുടെ നിലവാരത്തിലും ശമ്പളത്തിലും വലിയ അന്തരമുണ്ട്. കുവൈറ്റി പൗരന്മാർ കൂടുതലും സർക്കാർ ജോലികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഉയർന്ന ശമ്പളവും മികച്ച ആനുകൂല്യങ്ങളുമുള്ള സുസ്ഥിരമായ ജോലികളാണ് ഇവർക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇന്ത്യക്കാരിൽ വലിയൊരു വിഭാഗം സാധാരണ ജോലികളാണ് ചെയ്യുന്നത്. നിർമ്മാണ മേഖല, ആരോഗ്യരംഗം, ഡ്രൈവർ ജോലികൾ, വീട്ടുജോലികൾ എന്നിങ്ങനെ കുറഞ്ഞ വേതനം ലഭിക്കുന്ന മേഖലകളിലാണ് ഇന്ത്യക്കാരുടെ ആധിപത്യം. കഴിഞ്ഞ വർഷത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 2024 കുവൈറ്റിലെ മൊത്തം തൊഴിലെണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. 2024 രണ്ടാം പാദം അവസാനിച്ചപ്പോൾ ജോലിക്കാരുടെ എണ്ണം 2.99 ദശലക്ഷമായി ഉയർന്നു. കഴിഞ്ഞ വർഷം ഇത് 2.93 ദശലക്ഷമായിരുന്നു. വീട്ടുജോലിക്കാർ ഉൾപ്പെടെയുള്ള കണക്കുകളാണിത്. സ്വദേശിവൽക്കരണ നയങ്ങൾക്കിടയിലും തൊഴിൽ ശക്തി വർദ്ധിക്കുന്നത് കുവൈറ്റിലെ വിവിധ മേഖലകളിൽ വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് തുടരുന്നു എന്നതിന്റെ സൂചനയാണ്. തൊഴിൽ രംഗത്ത് ഇന്ത്യക്കാർക്ക് പിന്നിൽ രണ്ടാം സ്ഥാനമുള്ളത് ഈജിപ്തിൽ നിന്നുള്ളവരാണ്. 4,70,280 പേരാണ് ഈജിപ്തിൽ നിന്നെത്തി കുവൈറ്റിൽ ജോലി ചെയ്യുന്നത്. ഇത് മൊത്തം ജോലിക്കാരുടെ 15.7% വരും. ഇന്ത്യക്കാരും ഈജിപ്തുകാരും ചേർന്ന് കുവൈറ്റിലെ തൊഴിൽ ശക്തിയുടെ പകുതിയോളം വരും. ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെയാണ് സ്വദേശിവൽക്കരണ നയങ്ങൾ കാര്യമായി ബാധിക്കാൻ സാധ്യതയുള്ളത്. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് സ്വകാര്യ മേഖലയിലാണ്. കുവൈറ്റിലെ മൊത്തം ജോലിയുടെ 58% സ്വകാര്യ മേഖലയാണ്. എന്നാൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന കുവൈറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. വെറും 4.2% മാത്രം. സ്വകാര്യ മേഖലയിലെ വിദേശികളുടെ വലിയ സാന്നിധ്യമാണ് സ്വദേശിവൽക്കരണ നീക്കങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. സ്വകാര്യ മേഖലയിലെ ഈ വിദേശ ആധിപത്യം കുവൈറ്റി പൗരന്മാർക്കിടയിൽ തൊഴിലില്ലായ്മ ഉണ്ടാക്കുന്നു എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് സർക്കാർ സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നത്. കുവൈറ്റിലെ മൊത്തം തൊഴിൽ രംഗത്ത് 15% മാത്രമാണ് കുവൈറ്റി പൗരന്മാരുള്ളത്. അതായത് 4.48 ലക്ഷം പേർ മാത്രം. 25.4 ലക്ഷം പേരും വിദേശികളാണ്. ഈ കണക്കുകൾ സർക്കാരിന്മേൽ കൂടുതൽ സ്വദേശിവൽക്കരണ നടപടികൾക്കായി സമ്മർദ്ദം ചെലുത്തുന്നു. കണക്കുകൾ പരിശോധിക്കുമ്പോൾ സ്വകാര്യ മേഖലയിൽ കൂടുതൽ കർശനമായ സ്വദേശിവൽക്കരണ നടപടികൾ ഇനിയും പ്രതീക്ഷിക്കാം. വിദേശ തൊഴിലാളികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും ചില ജോലികളിൽ കുവൈറ്റുകൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള പുതിയ നിയമങ്ങളും ചട്ടങ്ങളും ഉടൻ നിലവിൽ വന്നേക്കാം. ഇത് ഇന്ത്യൻ തൊഴിലാളികൾക്ക് വലിയ ആശങ്ക നൽകുന്ന ഒന്നാണ്. സ്വകാര്യ മേഖല കഴിഞ്ഞാൽ കൂടുതൽ പേർ ജോലി ചെയ്യുന്നത് വീടുകളിലാണ്. കുവൈറ്റിലെ ആകെ ജോലിക്കാരുടെ 25%, അതായത് 7,57,900 പേർ വീട്ടുജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദേശികളാണ്. ഈ മേഖലയിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. എങ്കിലും ഈ വലിയ വിഭാഗം തൊഴിലാളികളും ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ളവരാണ് എന്നത് ശ്രദ്ധേയമാണ്. തൊഴിൽ മേഖലകളിൽ മൂന്നാം സ്ഥാനത്തുള്ളത് സർക്കാർ ജോലിയാണ്. 4,77,640 പേരാണ് സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഇത് മൊത്തം ജോലിക്കാരുടെ 16% മാത്രമാണ്. ഈ സർക്കാർ ജോലികളിൽ 78% കുവൈറ്റ് പൗരന്മാരാണ് എന്നതും ശ്രദ്ധേയമാണ്. ഉയർന്ന ശമ്പളവും സാമൂഹിക സുരക്ഷിതത്വമാണ് കുവൈറ്റുകളെ സർക്കാർ ജോലികളിലേക്ക് ആകർഷിക്കുന്നത്. ഏത് രംഗത്ത് സ്വദേശിവൽക്കരണം ശക്തമാക്കുമ്പോഴും പ്രധാനമായും ബാധിക്കുന്ന സമൂഹം ഇന്ത്യക്കാരാകും. കാരണം കുവൈറ്റിലെ ജോലിക്കാരിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യക്കാരാണ് എന്നത് തന്നെയാണ്. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന വലിയൊരു വിഭാഗം തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങേണ്ട സാഹചര്യം ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യരംഗം, ബിസിനസ്, ഡ്രൈവർ ജോലികൾ, വീട്ടുജോലി തുടങ്ങിയ മേഖലകളിലാണ് ഇന്ത്യക്കാർ കൂടുതൽ ജോലി ചെയ്യുന്നത്. ആരോഗ്യരംഗം പോലുള്ള സുപ്രധാന മേഖലകളിൽ സ്വദേശിവൽക്കരണം കഠിനമായേക്കാം. എന്നാൽ ബിസിനസ്, ഡ്രൈവർ, വീട്ടുജോലി മേഖലകളിൽ ഇന്ത്യക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ശക്തമായേക്കാം. സ്വദേശിവൽക്കരണ നടപടികൾ കൂടുതൽ കർശനമാക്കാനുള്ള സാധ്യതകൾ ഇന്ത്യൻ സമൂഹത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പല തൊഴിലാളികളുടെയും കുടുംബങ്ങൾ ആശ്രയിക്കുന്നത് കുവൈറ്റിലെ വരുമാനത്തെയാണ്. ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് വഴിവെക്കും. വിദേശ തൊഴിലാളികളെ കൂട്ടത്തോടെ ഒഴിവാക്കുന്നത് കുവൈറ്റിലെ സമ്പദ് വ്യവസ്ഥയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന വലിയൊരു വിഭാഗം തൊഴിലാളികളെ നഷ്ടപ്പെടുന്നത് നിർമ്മാണ മേഖലയും സ്വകാര്യ സേവനങ്ങളെയും പ്രതികൂലമായി ബാധിക്കും.
എങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. എണ്ണവിലയിലെ ചാഞ്ചാട്ടവും സാമ്പത്തിക അസ്ഥിരതയുമാണ് ഇത്തരം നയങ്ങൾ കൂടുതൽ കർശനമാകാൻ പ്രധാന കാരണം. സ്വദേശിവൽക്കരണം ശക്തമാകുമ്പോൾ ഇന്ത്യൻ തൊഴിലാളികൾക്ക് പുതിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. കൂടുതൽ കാര്യക്ഷമതയും വൈദഗ്ധ്യവും ആവശ്യമുള്ള ജോലികളിലേക്ക് മാറാൻ തൊഴിലാളികൾ നിർബന്ധിതരാകും.